എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. കാരണം ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വളർത്തുകയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തെയോ ടിഷ്യൂവിനെയോ ബാധിക്കുന്ന രോഗങ്ങളുടെ ഒരു വലിയ കൂട്ടമാണ് ക്യാൻസർ. അനിയന്ത്രിതമായി വിഭജിക്കുന്ന കോശങ്ങളുടെ അസാധാരണ വളർച്ചയെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു ശരീരഭാഗം അല്ലെങ്കിൽ അവയവം അല്ലെങ്കിൽ ടിഷ്യൂ എന്നിവയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടരാനുള്ള കഴിവ് ക്യാൻസറിനുണ്ട്. തെറ്റായ ഭക്ഷണക്രമവും ഉദാസീനമായ ജീവിതശൈലിയുമാണ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാരണം. ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ക്യാൻസർ സാധ്യത ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നല്ല സമീകൃതാഹാരത്തിന് ശരീരത്തെ പോഷിപ്പിക്കാനും പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ശരീരത്തിന് നൽകാനും കഴിയും. അതിനാൽ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ക്യാൻസറുകൾ വരുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം പൂർണ്ണമായ ക്യാൻസർ സംരക്ഷണം ഉറപ്പു നൽകുന്നില്ലെങ്കിലും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണരീതി തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അതിനാൽ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളാണ് ബ്രൊക്കോളി, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ. ഇത് ക്രൂസിഫറസ് വിഭാഗത്തിൽപ്പെട്ട പച്ചക്കറികളാണ്. ഈ പച്ചക്കറികൾ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നവയാണ്. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. ആൻറ്റി ഓക്സിഡൻറ്റുകളാലും ഫൈറ്റോ കെമിക്കലുകളാലും നിറഞ്ഞ ഇത്തരം പച്ചക്കറികൾ സ്തനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തത് ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി തുടങ്ങിയ സരസഫലങ്ങളാണ്. ഇവ ആൻറ്റി ഓക്സിഡൻറ്റുകളാലും വിറ്റാമിനുകളാലും സമ്പുഷ്ടമാണ്. ഈ സംയുക്തങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ ക്യാൻസർ സാധ്യത കുറയ്ക്കാനായി ഡയറ്റിൽ ഉൾപ്പെടുത്താം. അടുത്തത് മഞ്ഞൾ. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇത് ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് സംയുക്തമാണ്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിലൂടെ കുർക്കുമിന് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞൾ ചേർക്കുക. അടുത്തത് ഇലക്കറികൾ. ഇലക്കറികളിൽ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ കഴിക്കുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് മാത്രമല്ല, ഫാറ്റി ലിവർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ തടയാനും സഹായിക്കുന്നു. അതിനാൽ ഡെയിലി ഡയറ്റിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക. അടുത്തത് മത്സ്യം. സാൽമൺ, അയല തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ചില ക്യാൻസറുകളുടെ വളർച്ചയെ തടയുന്നതിന് സഹായിക്കുന്നു. പ്രത്യേകിച്ച് വൻകുടൽ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും മത്സ്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ കറി വെച്ച മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക. അടുത്തത് വാൽനട്ട്. വാൽനട്ടിൽ പോളിഫിനോൾസ്, ഫൈറ്റോസ്റ്റിറോൾ, മെലാറ്റോണിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ ഗുണങ്ങൾ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ വാൽനട്ട് ഉൾപ്പെടുത്തുക. അടുത്തത് കുക്കുംബർ. കുക്കുർബിറ്റാസിൻ, ലിഗ്നാൻസ് എന്നിവയുടെ സാന്നിധ്യം കാരണം കുക്കുംബർ പ്രകൃതിദത്ത ക്യാൻസർ വിരുദ്ധ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ കുക്കുർബിറ്റാസിൻ സഹായിക്കുന്നു. അതിൻ്റെ ഫലമായി ആളുകൾക്ക് ക്യാൻസറിനെ കൂടുതൽ അതിജീവിക്കാൻ കഴിയും. കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന മറ്റു സംയുക്തങ്ങൾ ക്യാൻസർ തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്തനാർബുദം, ഗർഭപാത്രം, അണ്ഡാശയം തുടങ്ങിയ ഈസ്ട്രജനുമായി ബന്ധപ്പെട്ട ക്യാൻസർ സാധ്യതകൾ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് കുക്കുംബർ. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ കുക്കുംബർ ഉൾപ്പെടുത്തുക. അപ്പോൾ ക്യാൻസർ കുറയ്ക്കുന്നതിന് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഇവ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനും ക്യാൻസറിനെതിരായി പ്രവർത്തിക്കാനുമൊക്കെ സഹായിക്കും. ഈ പറഞ്ഞ ഭക്ഷണങ്ങളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാനായി സഹായിക്കും. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്